ഹലോ ഗൈസ്, വീണ്ടും ഒരു ബാംഗ്ലൂർ യാത്ര. കെയറോസ് ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ AC വെൻ്റൊക്കെ പൊട്ടിയെന്ന് കണ്ടക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ ഒട്ടിച്ച് തന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആദൂന് വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ആദൂന് നെയ്യും പഴമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആദൂൻ്റെ അടുത്ത് പറഞ്ഞു ആനനെ കാണുമ്പോൾ വിളിക്കണട്ടോ പപ്പയെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആനനെ കണ്ടു. പക്ഷേ ആദൂൻ്റെ ബോധം അപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 5:30 കൂടി മൈസൂർ എത്തി കേട്ടോ. എന്താ കൊട്ടാരം കാണാൻ ഭംഗി. 9:30 ആകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി. രാവിലെ നേരത്തെ ഈ ബന്നർഘട്ട കാണാൻ പോളതാ. 400 രൂപയാണ് പെർ ഹെഡ് ജംഗൽ സഫാരിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. അരമണിക്കൂറോളം അവിടെ ക്യൂ നിന്നു കേട്ടോ. എന്നിട്ട് ബസ് വന്നപ്പോൾ ഞങ്ങൾ വേഗം ബസ്സിൽ ചാടി കയറി. കുറച്ചങ്ങ് ഉള്ളിലേക്ക് എത്തിയപ്പോഴത്തേക്കും കരടീനെ കണ്ടിട്ടോ. ഇതിനാരും അങ്ങനെ കണ്ടിട്ടില്ല. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ദേ ആ പുലി കണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത്. എന്തോ സംഭവം അതിന്റെ കണ്ടുപെട്ടിട്ടുണ്ട്. അടുത്തതാണ് മോനെ സിംഹം, കാട്ടിലെ ഒരേ ഒരു രാജാവ്. വയനാട്ടുകാർക്ക് എന്ത് കാട്ടിലും മൃഗങ്ങളെ കാണാനാന്ന് വലിയ പറഞ്ഞ ഓർമ്മ കേട്ടോ. പക്ഷേ ഈ സിംഹത്തിനെ കണ്ടോടുകൂടി മൂപ്പരെ ചിന്തയാണ് മാറി. ഈ ഒരു സെറ്റപ്പ് ഇവിടെ വന്ന് കണ്ടേ പറ്റുള്ളൂ കേട്ടോ. ഒരു ദിവസം കൊണ്ട് വല്ലാത്തൊരു റവന്യൂ കർണാടക ഗവൺമെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വയനാട്ടിലൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സാധനം പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.